ഇടുക്കി ബാങ്കുളത്ത് നിന്ന് കാണാതായ പഞ്ചായത്ത് അംഗത്തെ കണ്ടെത്തി. അവശനിലയിലാണ് ധന്യ ഗണേശിനെ കണ്ടെത്തിയത്. കാടിനകത്തെ താമസ സ്ഥലത്ത് അവശനിലയിലായിരുന്നു ധന്യ. കണ്ടെത്തിയതിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്നലെ വൈകുന്നേരം വരെ അവിടെയുള്ള നാട്ടുകാർ അന്വേഷിച്ച് നോക്കിയ ആ ബാത്റൂമിൽ നിന്നാണ് ഇന്ന് ആളൊഴിഞ്ഞ ഒരു വീട്ടിലെ ഒരു ബാത്റൂമിൽ നിന്നാണ് ഇന്ന് ഈ മെമ്പറെ കണ്ടെത്തിയിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരവും ഈ നാട്ടിലെ ആളുകൾ, പോലീസ് അടക്കമുള്ള ആളുകൾ അവിടെ പോയി അന്വേഷിച്ചപ്പോഴും ഈ ബാത്റൂമിൽ അങ്ങനെയൊരു സംവിധാനങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വിശദാംശങ്ങളുമായി രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. രാഹുൽ, ഈ പഞ്ചായത്ത് അംഗത്തെ ഏറെ നീണ്ട തെരച്ചിലുകൾക്കൊടുവിലാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ഇവർ ഈ നാട് വിട്ടുപോകാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? സൂര്യ, എന്തായാലും ഈ ധന്യ ഗണേശ നാട് വിട്ടു പോകാനുണ്ടായ സാഹചര്യത്തെ പറ്റിയൊക്കെ വിശദമായിട്ട് തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. അതിൽ കൂടുതൽ വിവരങ്ങൾ അവർ തന്നെ നൽകേണ്ടതുണ്ട്. എന്തായാലും കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇവരെ കാണാതാകുന്നത്. വെള്ളിയാഴ്ച കുടുംബാംഗങ്ങൾ മൂന്നാർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകളൊക്കെ നടന്നു വരികയായിരുന്നു. നാട്ടുകാരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തുകയും ചെയ്തു. ഇന്നിപ്പോൾ വനത്തിനുള്ളിലെ ഒരു കുടിയിൽ നിന്നാണ് ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞത്. ആളൊഴിഞ്ഞൊരു വീടിന്റെ ശുചിമുറിയിൽ അവശ നിലയിൽ കിടക്കുന്ന രീതിയിലാണ് ഇവരെ കണ്ടെത്തുകയും ചെയ്തത്. പക്ഷേ നാട്ടുകാർ ആരോപിക്കുന്ന, അല്ലെങ്കിൽ ഈ മാങ്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ആരോപിക്കുന്ന പോലെ ഇന്നലെ വൈകിട്ടും ഇതേ സ്ഥലത്ത് അവർ പരിശോധന നടത്തിയതാണ്. അപ്പോഴവരെ അവിടെ കണ്ടെത്തിയിരുന്നില്ല. പിന്നീട് ഇന്ന് എങ്ങനെ അവിടെ പരിശോധന നടത്തിയപ്പോൾ അവരെ കണ്ടെത്താൻ കഴിഞ്ഞു, അവരവിടെ എങ്ങനെ വന്നു എന്നടക്കമുള്ള ദുരൂഹമായ ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. അതിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണം എന്നുള്ളതാണ് നാട്ടുകാരും അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതി ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് വ്യാപകമായിട്ടുള്ള പരിശോധന, ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ച് പരിശോധന നടത്തി, ഗഡാവർ നായയെ ഉപയോഗിച്ച് പരിശോധന നടത്തി. അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ എന്തായാലും ധന്യ ഗണേശിനെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില അല്പം വഷളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള നടപടിയും അടിയന്തരമായി സ്വീകരിക്കും എന്നുള്ളതാണ് അധികൃതർ പറയുകയും ചെയ്തിട്ടുള്ളത്. സൂര്യ. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും കാണാതായ പഞ്ചായത്ത് അംഗം ധന്യ ഗണേശിനെ കണ്ടെത്തിയെന്ന ആശ്വാസ വാർത്തയാണ് മാങ്കുളത്ത് നിന്ന് ലഭിക്കുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. ആ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ വരും മണിക്കൂറുകളിൽ ഉത്തരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.